ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് നമുക്ക് റവ കൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് അല്ലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്കിത് സെർവ് ചെയ്യാം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ ഒരു ബെല്ലൈക്കൺ വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് 1.5 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇനി ഈ കപ്പളവ് ഇല്ല എന്നുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ സാധാരണ വീട്ടിലുള്ള കുപ്പി ഗ്ലാസ് ഇല്ലേ, അതെടുത്താലും മതിയാവും. അതിന് നിങ്ങളൊരു 1.5 കപ്പ് റവ എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്, പിന്നെ വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ് എടുത്തിരിക്കുന്നത്, അതുകൂടി ഇട്ടിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, അതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. ഇത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് കുതിർന്ന് കിട്ടും. കുതിരുമ്പോൾ നമുക്കിത് നന്നായിട്ട് കുഴച്ച് ഒരു ഡോ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക, ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി അഥവാ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമില്ല, ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ഇതൊന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ ഒന്ന് ഡ്രൈ ആവും, അപ്പോൾ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതേ ഇപ്പോൾ നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പരുവത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കണ്ടോ? അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് മറന്നു. ഞാൻ ഒരല്പം വെള്ളത്തിൽ ചേർക്കുകയാണിപ്പോൾ. അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിൽ എഴുതിയിരിക്കാം മഞ്ഞൾപ്പൊടി ചേർക്കുന്ന ആ ഒരു ടൈം. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും ഞാനിത് കുഴച്ചെടുത്ത് വച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിപ്പോൾ തന്നെ എല്ലാം റെഡിയാക്കാം. നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ സർഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാം. നന്നായിട്ട് ക്ലീൻ ചെയ്ത സർഫേസാണിത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്നും കുറച്ച് പോർഷൻ നമുക്ക് എടുക്കാം. എന്നിട്ട് ഒരു ചെറിയ ബോൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പോർഷൻ എടുത്താൽ മതി, ഒരുപാട് അങ്ങ് എടുക്കണ്ട. കണ്ടോ? ഒരു ചെറിയ ബോൾ മതി. നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നല്ല ഷേപ്പിന് നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് നമ്മുടെ ചപ്പാത്തി റോളർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. കണ്ടോ? ഒരുപാട് അങ്ങ് കട്ടി കുറയ്ക്കുകയും വേണ്ട, എന്നാൽ ഒരുപാട് കട്ടി കൂട്ടുകയും വേണ്ട. ഈ ഒരു പരുവത്തിന് എടുക്കുക. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഞാനിവിടെ ഒരു ഫോർക്ക് എടുത്തിട്ടുണ്ട്. ഫോർക്ക് വെച്ചിട്ട് നമുക്കിതെല്ലാ ഭാഗത്തും ഒന്ന് കുത്തി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് ഒന്ന് പൊങ്ങി വരും. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് പൊങ്ങും. അങ്ങനെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ കുത്തിട്ട് കൊടുക്കുന്നത്. കണ്ടോ? ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ചെറിയ ബോൾസാക്കി എടുക്കുക. എന്നതിന് ശേഷം ഇതുപോലെ പരത്തി നമുക്ക് ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും ഞാനിവിടെ എല്ലാം ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമുക്കൊരു ചുവട് കട്ടിയുള്ള ഒരു കടായിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടാവട്ടെ. ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഡൗട്ട് ഉണ്ടാകും, ഓരോന്ന് വീതം ഇടാവുമെന്ന്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് 3-4 എണ്ണം ഒന്നിച്ച് തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. നല്ലൊരു ഗോൾഡൻ നിറമാവുമ്പോൾ എടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 3-4 എണ്ണം ഇടുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഭാഗവും നന്നായിട്ട് നല്ലൊരു ഗോൾഡൻ നിറം ആവണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് ഈവനിങ് സ്നാക്കായോ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റായോ സെർവ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ കഴിക്കാം. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇഷ്ടമുള്ളവർക്ക്, നല്ല എരിവൊക്കെ ആയിരിക്കും ചിലവർക്ക് ഇഷ്ടം, നിങ്ങൾ ഈ ഡോ റെഡിയാക്കി എടുക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ട് അങ്ങനെ ചെയ്യുക. ഇനി മധുരമാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് മുളക് ചേർക്കാതെ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ടാക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക്
നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് സെർവ് ചെയ്യുന്നതെങ്കിൽ നല്ല കിഴങ്ങ് കറിയില്ലേ, അതൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടണിൽ ഇപ്പോൾ തന്നെ അമർത്തി ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടി ഒരു ബെല്ലൈക്കൺ വരും, അതുകൂടി ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റും.